ഡിന്നറൊക്കെ നമ്മൾ എന്നും ഒരേപോലെ കഴിക്കുമ്പോൾ എങ്ങനെയായാലും ഒരു മടുപ്പൊക്കെ വരും. അപ്പോൾ പുറത്തൊന്നും പോയി കഴിക്കേണ്ടതുപോലത്തെ ഡിന്നറായിട്ട് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സോസ് റെഡിയാക്കാനുണ്ട്. പാൻ ചൂടാക്കുക, അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക, കുറച്ച് മൈദ ചേർത്തിട്ട് ഒന്നുണ്ട് വഴറ്റിയെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. പിന്നെ 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സോയ സോസ്, കുരുമുളക് പൊടി, ഒരു ചിക്കൻ സ്റ്റോക്കും ചേർത്തിട്ടുണ്ട് ഫ്ലേവറിനായിട്ട്. പിന്നെ അതൊന്ന് കുക്കായി വരുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ അതിലോട്ട് ചീസിൻ്റെ സ്ലൈസ് 3 ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് കുറുക്കിയെടുക്കുക. വല്ലാണ്ട് കട്ടിയാക്കേണ്ട, കുറച്ച് കഴിഞ്ഞാൽ കട്ടിയായിക്കോളും. ഇനി ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് 2 എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, സോയ സോസ്, കുറച്ച് ഉപ്പ്, ഒരുപാട് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഒന്നാണ്ട് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി ലൈറ്റ് ആയിട്ടുള്ള മാരിനേഷൻ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ചിക്കനിൽ. തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രിൽ പാനിലാണ്. ഇത് കാസ്റ്റേൻ്റെ ഗ്രിൽ പാനാണ്. ഇത് ഇൻഡക്ഷൻ സേഫ് കൂടിയാണ്. ഇൻഡക്ഷനിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം കാസ്റ്റേൻ്റെ ഈ ഒരു പാനിൽ ആദ്യം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കിതാ ഇതുപോലെ ഗ്രിൽ ചെയ്തെടുക്കണം. 2 സൈഡിലും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ കേട്ടോ. അതിനുശേഷം കുറച്ച് ആ ഒരു മസാല ഇല്ലേ നമ്മൾ സോയ സോസിൻ്റെ, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ്, കുറച്ച് കുക്കാവാനുള്ള വെജിറ്റബിൾസ് ആദ്യം ഇട്ട് കൊടുക്കുക. കോളിഫ്ലവറും ബീൻസും ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഏകദേശം കുക്കായി വരുമ്പോൾ ഇതിൽ ബ്രോക്കോളിയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു. കൂടുതൽ സ്പൈസസോ അല്ലെങ്കിൽ ഫ്ലേവേഴ്സോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അടിപൊളി ടേസ്റ്റാണ് അത് കഴിക്കാൻ. ആ ചിക്കൻ്റെ ഫ്ലേവറിലേക്കും നമ്മൾ വെജിറ്റബിൾസ് കുക്കാവുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസും കൂടി ചേർത്ത് കിട്ടുവാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ള ഗ്രിൽ പാൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.